നിങ്ങൾ എന്തോന്നാ മനുഷ്യനിങ്ങനെ നോക്കി നിൽക്കുന്നേ? പിടിച്ച് പുറത്താക്കി ഇവനെ. അവന്റെ ഒരു പറഞ്ഞേക്കാൻ ഞാൻ. ഏതവനവൻ? ഇങ്ങനെ ഒരുത്തൻ ആദ്യമായിട്ടാ. അറ്റ്ലീസ്റ്റ് അവൻ ഈ കോളൊന്ന് റിസീവ് ചെയ്ത് ആ നാഗറാണി അവിടെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എനിക്ക്. തനിക്ക് എന്താ ഇത്ര ടെൻഷൻ? പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റും? എന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് കളഞ്ഞ നാഗറാണി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞാ പിന്നെ ഞാനെങ്ങനെ സ്വസ്ഥനായിരിക്കാനാ? എന്റെ ജീവിത ലക്ഷ്യം തന്നെ നാഗമാണിക്കുമായിരുന്നു. ഇപ്പൊ അവളെ വെട്ടി നുറുക്കി കൊന്നു കളയാനാ എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ അവള് ജീവിച്ചിരിക്കുന്നത് സത്യമാണെങ്കിൽ അവൾ ഉറപ്പായും ആദിശേഷനെ തേടി വന്നിരിക്കും. അപ്പൊ അവനെ ഫോളോ ചെയ്ത അവളെ നമുക്ക് കിട്ടും. എന്നിട്ട് ആ നാഗമാണിക്ക് സ്വന്തമാക്കിയിട്ട് അവളെ എന്നേക്കുമായി അവസാനിപ്പിക്കണം എനിക്ക്. ഒരാൾക്കൊരിക്കലേ മരണമുള്ളൂ ദിഗ്വിജയ. അവളുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു. മരണത്തെ മറികടക്കാൻ അവൾക്ക് സാധിക്കില്ല. ഇല്ലായിരുന്നെങ്കിൽ അന്ന് ഞാൻ പ്രയോഗിച്ച ശക്തി ഒരിക്കലും വൃഥാവിലാവില്ലായിരുന്നു. മരിച്ചവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കരുതി വെറുതെ ഭയപ്പെടേണ്ട. നിനക്കത് മനസ്സിലാവാഞ്ഞിട്ടാ. അവള് നാഗറാണിയെ, ദൈവിക ശക്തിയുള്ളവള്. എന്തോ ഒരു കാരണം കൊണ്ട് തൃശൂൽ വളരെ കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ സമ്മോഹന ശക്തിയിലാകപ്പെട്ടതായിരിക്കാം. അതിനൊരു സാധ്യതയുമില്ല. ഞാൻ അഭ്യസിച്ച വിദ്യകളൊന്നും ഇതുവരെ പാഴായിട്ടില്ല. ഞാൻ ഈ പറയുന്നത് സത്യം തന്നെയാണ്. അവൾ ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവനോടെയില്ല. നിന്റെ മകനുമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചെത്താൻ പറയൂ. കല്യാണ പെണ്ണായി ഞാൻ കാത്തിരിക്കുകയാണ്. എടി തങ്കമണി, എന്തായാലും മുത്തുമണി, നീ അത് നോക്കി. ഇവനിപ്പോ ഇവളുടെ പുറകെ തന്നെ. ചേച്ചി, നമ്മൾ അയ്യോ പാവെന്ന് വിചാരിക്കുമ്പോ ദേ വീണ്ടും വരുന്നു. ഞാനെങ്ങാനും വഴക്കുണ്ടാക്കാൻ തുടങ്ങിയാണ്ടല്ലോ പിന്നെ രക്തം കാണാണ്ട് അവസാനിപ്പിക്കില്ല. കാണാം കാണാം, നിന്റെ രക്തമായിരിക്കും കാണാൻ പോണേ. ചേച്ചി പറഞ്ഞപ്പോ അവന്റെ കാലല്ലേ ഓടിക്കും ഞാൻ. നിക്കവിടെ. അതിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. അവനെ ഞാൻ തന്നെ നോക്കിക്കോളാം. ഈ ശൈലുവിനെ ശല്യപ്പെടുത്താൻ വന്നവരെയൊക്കെ ഞാൻ തന്നെ കൈകാര്യം ചെയ്ത് വിട്ടിട്ടേ ഉള്ളൂ. നോക്കി നിന്നോ. എന്താടാ, എന്താ നിനക്ക് വേണ്ടേ? എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന? ഒരു ഇടിയങ്ങ് വെച്ച് നിന്നാലുണ്ടല്ലോ. എന്തിനാ നീ എന്നെ ഇങ്ങനെ നോക്കുന്ന? നിന്റെ നോട്ടോട്ട് ശരിയല്ല. എന്തിനാ നീ എന്റെ പുറകെ വരുന്നേ? എന്താ നിനക്ക് വേണ്ടത്? അല്ല, അങ്ങനെയൊന്നുമല്ല. നമുക്ക് സൈഡിലേക്കൊന്ന് മാറിയെന്നല്ലോ. എന്തോറ്റി? അവൻ എന്നോട് സൈഡിലോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ഇല്ല, ഇവനെ ഞാനിന്ന് വെറുതെ വിടില്ല. അവനെ കൊന്നു കൊല വിളിക്കാതെ ഇന്ന് എനിക്ക് ഓർക്കം വരില്ല.
എടാ നിന്നെ വേണ്ട, ചേച്ചി, ഷൈലു, വിട്ടേക്ക്. ഷൈലു, ഷൈലു, ഇവിടെ എന്നെ തന്നെ നീ സൈഡിലേക്ക് വിളിക്കുന്നു. നീ പുറത്ത് ചാടുവാടാ. നിന്റെ തലയിൽ ഇടത്തെ വീഴുവാടാ. നിന്റെ കാശ് കുത്തുവാടാ. എന്നെ നീ ചേച്ചി വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാനേ ഷൈലു ആക്ട്രസ് ആടാ. ആക്ട്രസ് അല്ല, സ്റ്റാർ. അതല്ലേ ഞാനേ സ്റ്റാർ ആടാ. സമാധാനം. ചേച്ചി വിട് ചേച്ചി, ഒന്ന് പോടാ അവിടുന്ന്. ശിവന് പറയുന്ന കേൾക്ക്. എന്തിനാ വെറുതെ എങ്ങനെ ദേഷ്യപ്പെടുന്നേ? അല്ല, അതിന് മാത്രം ഞാൻ എന്താ പറഞ്ഞേ? ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്കാന്നല്ലേ? നോക്കണേ, അപ്പൊ എന്നെ ഇംഗ്ലീഷ് സൈഡിലോട്ട് വിളിച്ചു, ഇപ്പൊ മലയാളത്തിൽ വിളിക്കുന്നു. നിന്നെ ഞാൻ ചേച്ചി ഷൈലു മതി, നീ ഒന്ന് അടങ്ങ്. ചേച്ചി പോവാൻ ചേച്ചി വാ. നീ ഒന്ന് വാ. ദൈവമേ രക്ഷിക്കണേ, ദൈവമേ രക്ഷിക്കണേ. മൂലത്തോ ബ്രഹ്മരൂപായ, മധ്യത്തോ വിഷ്ണുരൂപായ, വൃക്ഷരാജായ നമോ നമഃ, നമോ നമഃ. എടി മുത്തുമണി, നീ പറയടി തങ്കമണി. വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് മടി വെച്ച പോലെ ആയല്ലോടി അവളിപ്പോ. എന്താടി അങ്ങനെ പറഞ്ഞേ? അങ്ങോട്ട് നോക്ക്. വൃക്ഷരാജായ തേ നമഃ. ചേച്ചി മന്ത്രം പകുതിക്ക് നിർത്തരുത്. നിർത്തിയാൽ നിന്റെ കല്യാണം നടക്കില്ല, എനിക്ക് പവർ കിട്ടില്ല. കണ്ടിന്യൂ കണ്ടിന്യൂ. പ്ലീസ്, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. എന്താ തന്റെ പ്രശ്നം? പറ, ഞാൻ പരിഹരിച്ചു തരാം. എനിക്കൊന്ന് സംസാരിക്കണം. എനിക്ക് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. ഒറ്റയ്ക്ക് സംസാരിക്കണോ? നോക്കൂ, എന്ത് വിശാലമായ സ്ഥലമാണ്. പൊക്കോ, ഒറ്റയ്ക്ക് പോയി സംസാരിച്ചോ. വേണമെങ്കിൽ ആ വെള്ളത്തിൽ പോയി ഒന്ന് മുങ്ങിയിട്ട് ഒറ്റയ്ക്ക് സംസാരിച്ചോ. ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. ഇവിടെ കണ്ടില്ല, അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരുമില്ല. അതുപോലെ ശൈലുവിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഒരു റെസ്പെക്ട് പോലും ഇല്ല. മൂലത്തോ ബ്രഹ്മരൂപായ. എടാ നിന്നെ ഒരു കുത്തു തന്നാലുണ്ടല്ലോ, നിന്റെ ഉണ്ടക്കണ്ണ് രണ്ട് പുറത്തു വരും. പക്ഷെ ഞാനിപ്പോ കുത്താനുള്ള മൂഡിലല്ല, ഭക്തി മൂഡില. മാറി നിക്ക്. അല്ല, നീ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും അത് തന്നെയാ മനസ്സിലാവാത്തെ. നീ ഒരുമാതിരി, നിന്റെ നോട്ടം അയ്യോ മറ്റൊരു രീതി. നിന്നെ ആദ്യം കണ്ടപ്പോ അയ്യോ പാവെന്ന് തോന്നി. എന്നാ ഇപ്പൊ ആലോചിക്കുമ്പോ എന്റെ ഉള്ള സമാധാനം മുഴുവൻ പോകുക. എന്താടാ നിന്റെ പ്രശ്നം? എന്റെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നിന്റെ അടുത്തുണ്ട്. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ശിവാനി, ഒന്നവിടെ നിൽക്ക്. എന്താടാ നിന്റെ പ്രശ്നം? അപ്പം മുതൽ ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്ക. എന്റെ പുറകെ ഇങ്ങനെ നടക്കുവാണല്ലോ. ഓഹോ, ഇപ്പൊ മനസ്സിലായി. എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പേരുണ്ട്, പ്രശസ്തിയും ഉണ്ട് എന്ന് കരുതി എന്റെ പുറകെ ചുറ്റാന്ന് വിചാരിച്ചോ? മോന്തക്കിട്ട് ഒരു കുത്തുവെച്ച് തന്നാലുണ്ടല്ലോ,
പിന്നെ നിന്റെ ശരീരത്തിലുള്ള അരബക്കറ്റ് ബ്ലഡ് നീ തുപ്പും. ശിവാനി, ഇനിയെങ്കിലും നിന്റെ നാടകങ്ങളിൽ നിന്ന് അവസാനിപ്പിക്കും. ഇനി ഒരിക്കലും നിന്നെ എനിക്ക് കാണാൻ പറ്റില്ലെന്ന് കരുതിയപ്പോ പ്രതീക്ഷിക്കാതെ നീ എന്റെ മുന്നിലേക്ക് വന്നു. ഇപ്പോ ഞാൻ ആരാണെന്ന് പോലും നിനക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സ് വിഷമിക്കില്ലേ? നീ തന്നെ ആലോചിക്കും. നീ വേറെ എവിടെയല്ല ശിവാനി, ദേ ഇവിടെയുള്ളത്. എന്താ ശിവാനി, നീ എന്നെ മറന്നുപോയോ? എന്നെ മറക്കാൻ മാത്രം നിനക്ക് അത്ര വലിയ പ്രശ്നങ്ങളുണ്ടായോ? നോക്ക്, എന്റെ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ശിവാനി, ഇത് ഞാനാ, നിന്റെ തൃശ്ശൂല്. നീ എന്റെ ശിവാനിയും. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയില്ല ശിവാനി. ചാവാനും പറ്റില്ല, ജീവിക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥയില്ല. കുറെ നാളുകളായിട്ട് നിന്റെ ഓർമ്മയിൽ മനസ്സ് വിഷമിച്ചുകൊണ്ടേയിരിക്കുക. ശിവാനി, ദയവേദി ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ പറഞ്ഞ ഓരോ കാര്യവും സത്യങ്ങൾ തന്നെയാ. ഇപ്പോഴെങ്കിലും നിനക്ക് ഓർമ്മ വന്നു ശിവാനി? ക്ഷമിക്കും, എല്ലാം മറന്നു പോയതാ. സാരമില്ല ശിവാനി, നിനക്ക് ഇപ്പോഴെങ്കിലും എല്ലാം ഓർമ്മ വന്നില്ലേ? എനിക്കത് മതി. ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്റെ കൂടെ നീ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറൊന്നും വേണ്ട ശിവാനി. ശിവാനി, അയ്യോ അയ്യോ അയ്യോ, എന്റെ കയ്യിന്ന് വാങ്ങിക്കാതെ എണീറ്റ് പോടാ. ശിവാനി, എണീക്കടാ. എണീക്കല്ലേ പറഞ്ഞേ? നാടകം കളിക്കുന്നവളോട് തന്നെ കഥ പറയുന്നോടാ മോനെ നീ. അതും പാമ്പിന്റെ മനുഷ്യന്റെ കഥ. ഏത് സിനിമ കണ്ടോണ്ടാ മോനെ വന്നത്? എന്റെ തലക്കകത്ത് തീ ഓരിയിട്ടിട്ട് എന്റെ മൂടൊക്കെ നശിപ്പിച്ചിട്ട് ഇപ്പൊ ഓട്ടോഗ്രാഫ് സിനിമയിലെ സുധീമിനെ പോലെ പെരുമാറുന്നോ? ഒരറ്റയടി തലക്കെട്ടി തന്നോണ്ടല്ലോ നീ തറയിൽ കിടന്ന് ഉരുളും. ശിവാനി, നീ എന്താ? നോക്ക്, ഞാൻ കാണാൻ വളരെ അച്ചടക്കം ഉള്ളവളാ. ദേഷ്യം വന്നാലുണ്ടല്ലോ ഭൂലാൻ ദേവിയായി മാറും ഞാൻ. ഇനി ഒരിക്കൽ കൂടി നീ എന്റെ പുറകെങ്ങാനും വന്ന പായസം പോലെ നിന്നെ ഞാൻ കലക്കി അങ്ങ് കുടിക്കും. കേട്ടോടാ? ഏഴിമല പൂജോല മാമണിക്ക് മണിമാല. ഒരു പണി ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. അപ്പോഴേക്കും ഏതെങ്കിലും അവന്മാര് വിളിച്ചോളൂ. ആർക്കാണ് വായുകുളി വാങ്ങിക്കണ്ടേ? ഇപ്പൊ കാണിച്ചു തരാം നിനക്ക്. ഹലോ ഹലോ, തൃശ്ശൂരല്ലേ? ഹലോ, ഏതവനാ ഇത്? തനിക്ക് എന്താ ഇത്ര അർജന്റായിട്ട് പറയാനുള്ള? നീയൊക്കെ ചാവാൻ കിടന്നാ പോലും ഒരു തുള്ളി വെള്ളം ആരും തരില്ലടാ. എന്ത് ധൈര്യം ഉണ്ടോ നിനക്ക്? എന്റെ ഫോണിലേക്ക് വിളിച്ച് തല തിന്നാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരം ആയല്ലോ. നീ ഈ തങ്കപ്പനാരാന്ന് നിനക്ക് അറിയില്ല. ആരാ നീ? ഞാനാറന്നോ? തങ്കപ്പൻ ഞാൻ പറഞ്ഞു കേട്ടില്ലടാ. എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാൻ ആരെന്ന് ചോദിക്കാതെ നീ ആരെന്ന് പറയടാ. എടാ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ മുന്നിലേക്ക് വാടാ. മാർക്കറ്റിൽ നീ മീൻ വെട്ട് നേടിട്ടുണ്ടോ? അതുപോലെ വെട്ടിക്കുട്ടി തന്നെ പീസായിക്കളയും, കറി പീസ്. വാടാ. ആ, കിട്ടി. ഏതോ പെണ്ണിന്റെ ഫോണാണെന്ന് പറഞ്ഞ് ഞരമ്പ് രോഗമായിട്ട് ഇറങ്ങിയിരിക്കാണല്ലേ. വാടാ മുന്നിലേക്ക്. നീ കൂടുതൽ സംസാരിക്കണ്ട. മിണ്ടാതെ തൃശ്ശൂലിന് ഫോൺ കൊടുക്ക. ഹലോ, തൃശ്ശൂലും ഇല്ല റസൂലും ഇല്ല ഇവിടെ, പറഞ്ഞേട്ടാ. ശിവാനി നിൽക്ക്. ശിവാനി, അല്ല ശിവാനി. എടാ, അവിടെ ശബ്ദം ഉണ്ടാക്കിയില്ലേ? അതെന്റെ മകന്റെ ശബ്ദം. അവന് ഫോൺ കൊടുക്ക. നിന്റെ മോനെ നീ ഫോൺ വിളിക്ക്, ഞാൻ എന്റെ മോനെ വിളിച്ചോളാം. ഫോൺ വെച്ചിട്ട് പോവാൻ നോക്കടാ. എടോ, അതെന്റെ മകന്റെ ശബ്ദമാ. ഫോൺ കൊടുക്ക അവന്. ഒന്നടങ്ങടാ. കൊണ്ടൊക്കെ. ഹലോ,
കളഞ്ഞു കിട്ടിയ ഫോൺ ആരെങ്കിലും തിരിച്ചു കൊടുക്കടാ. അത്രയ്ക്ക് പൊട്ടനാണെന്ന് കരുതിയാ ഞാൻ. ശിവാനി, ശിവാനി നിൽക്ക്. അവളോട് രാവിലെ എണീറ്റപ്പോ ഞാൻ ആരെയാണോ കണി കണ്ടത്? ഫുൾ ഡേ മൂഡ് ഓഫ് ആയി. ചേച്ചി രാവിലെ ചേച്ചിനെ തന്നെയാ കണി കണ്ടത്. അയ്യോ, അങ്ങനെയാണല്ലേ? അപ്പൊ അതുകൊണ്ടല്ല, വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ചെലപ്പോ മറ്റെന്തെങ്കിലും നല്ലത് സംഭവിക്കാനായിരിക്കും. അത് പിന്നെ ഉറപ്പായിരിക്കില്ലേ ചേച്ചി? ഹലോ, വരുവാ. അയ്യോ, ഞങ്ങൾ ഇപ്പൊ വരും സർ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സർ. അയ്യോ അയ്യോ അയ്യോ, അമ്മായി, അമ്മാവാ. അയ്യോ, ഞാൻ എന്ത് ചെയ്യാനാ അയ്യപ്പാ, ദൈവമേ. ശൈലു, എന്താ മോളെ, എന്താ പറ്റിയത്? അവിടെ അവിടെ എന്തോന്നവിടെ? എന്തുവാ? പല്ലി പല്ലി? പല്ലിയെ പേടിച്ചിട്ടാണോ വന്നേ? പല്ലി അല്ലടി, അവിടെ അവൻ വന്നിരിക്കുന്നു. ആരാ മോളെ? അവൻ തന്നെ അമ്മാവാ. രാവിലെ വീടിന്റെ അടുത്ത് വന്നിരുന്നില്ലേ, അവൻ വീണ്ടും തിരിച്ചു വന്നു. അവനൊരു സൈക്കോ ആണെന്ന് തോന്നുന്നു ശൈലു. അവനാള് സൈക്കോ ആയിക്കോട്ടെ പൈക്കോ ആയിക്കോട്ടെ, ഞാൻ പോയി അവന്റെ കൈയും കാലും തല്ലി ഓടിക്കും. ആരും എന്നെ തടയരുത്. വായ്മോട് നിക്കടാ, ആരും എന്നെ തടയല്ലേന്ന്. നീ പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഇപ്പൊ പോവാത്തത്. എന്താ മോളെ ശൈലു ഇത്? നിനക്ക് നിന്റെ വഴിയും അവൻ അവന്റെ വഴിയുമായിരുന്നു. നാടകം കാണാൻ വാ വാന്നും പറഞ്ഞ് ശല്യപ്പെടുത്തിയതുകൊണ്ട് ഇപ്പൊ നോക്ക്, നമുക്ക് നാടകം കളിക്കാൻ പോകാനും പറ്റുന്നില്ല. എന്തൊരവസ്ഥ! അയ്യോ ദൈവമേ. അവൻ ഏത് യമകണ്ഠ കാലത്താണോ നിന്നെ കണ്ടത്, നീ ഏത് കാലത്താണോ അവനെ കണ്ടത്. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ, അതെല്ലാം ആലോചിച്ചിരുന്ന എങ്ങനെ ശരിയാവാനാ? എഴുന്നേക്ക്, നമുക്ക് പുറയിലത്തെ വാതിലൂടെ എസ്കേപ്പ് ആവാം. നല്ല ഐഡിയ. പോവാ. അല്ല, ഈ ഷൈലുവിന്റെ റേഞ്ച് എവിടെയാ? എന്റെ ലെവൽ എവിടെയാ? ഞാൻ പേടിച്ചിട്ട് പുറകിലത്തെ വാതിലൂടെ പോകാനോ? നോ വേ, ചാൻസേ ഇല്ല. ചേച്ചി, അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ കൂടെ പോവാല്ലേ? വേണ്ട, പുറകിലത്തെ വാതിലൂടെ തന്നെ പോവാ. ഞാൻ ആദ്യം പോവാമേ. ഗുഡ് സെലക്ഷൻ. അയ്യോ 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 അയ്യോ, എന്തു പറ്റിയടി? പുറകെ വശത്തും അവൻ വന്ന് നിൽക്കുന്നടി. എല്ലായിടത്തും അവനാ, എല്ലായിടത്തും കാണുന്ന നരസിംഹമൂർത്തിയെ പോലെ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യാ? അയ്യോ, ഇയാളാണെങ്കിൽ കോളിന് മേൽ കോൾ വിളിച്ചോണ്ടിരിക്കുക. ഞാൻ കട്ട് ചെയ്യുകയാണെങ്കിൽ നിന്നെ വിളിക്കും, നീ കട്ട് ചെയ്താലോ എന്നെ വിളിക്കും. പുറത്ത് പോവാന്ന് വെച്ചാലോ അയാൾ അവിടെ കുറ്റിയടിച്ചു നിൽക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ശൈലു എന്ന് വെച്ചാ ആരാ? ആരെയും പേടിക്കാത്ത പെൺപുലി. ശൈലു എന്ന് വെച്ചാൽ ആര്? ആരുടെ മുന്നിൽ തലകുനിക്കാത്ത പെണ്ണാണ്. ടടൻ ടടൻ ടടൻ. പണ്ട് സാധാരണ ശൈലു, ഇന്ന് സൂപ്പർ സ്റ്റാർ ശൈലു. ഇല്ല ഇല്ല ഇല്ല, ഈ ഷൈലു ആ ചെക്കനെ പേടിക്കാൻ സാധ്യതയില്ല. വാ, നമുക്ക് പോവാം. നടക്കുമോളെ. ഞാന് നിങ്ങൾ നടക്കാദ്യം. ഞാനാദ്യം നടക്കാന്ന് പറഞ്ഞു. ഞാൻ ആദ്യം നടക്കാം. ഞാനും വരാം, ഞാനും വരാം. ചേച്ചി, എന്തൊരു പുതിയ ചേച്ചിക്ക്. ചേടാ, മിണ്ടാതെ കൊടയം പിടിച്ചോണ്ട് വാടാ. ശിവാനി നിൽക്ക്. ശിവാനി, ശിവാനി, നീ ഇത് എവിടെ പോവാ?